ആഴ്ച പിരിവ് ഡെയിലി പിരിവ് സർക്കാർ നിരോധിച്ചിരിക്കുന്നതിന് ഇത് പല സ്ഥലങ്ങളിൽ ഇപ്പോഴും നിലവിലുണ്ട്. അതിന് പ്രചോദനമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു വീടുകൾ തോറും നമുക്ക് ക്യാഷ് കൊണ്ടുതരികയും അത് കളക്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായ ബൈജു തൻ്റെ അമ്മയ്ക്ക് ഒരു പ്രാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് ഇതാണ്, കാണാം. ഇത് താനല്ല വണ്ടി? നമ്മളെ ഇങ്ങ ഒരു ബൈജു എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ ഓട്ടോക്കാരൻ, അവന്റെ ആട്ടോ ഇതാണ്, ഇത് നമ്പർ ഞാൻ നോട്ട് ചെയ്തിരിക്ക. இந்த നമ്പർ താ. എന്താണ് സാറേ അവൻ ചൊല്ലമ്മ മലയാളം പറഞ്ഞാലേ നമുക്ക്. ഇത് മലയാളം പറയില്ല, ഞാൻ മലയാളം പറയാം. ഇത് പിന്നെ ബൈജുന്റെ ആരാ? ബൈജുവിന്റെ ഒരു ബന്ധു തന്നെ. ഒരു കാര്യമുണ്ട്, തിരുമലയിലാണ് നമുക്കത് വണ്ടി ഓടുന്നത്, അറിയാലോ. അത് എൻ്റെ വീടിന് കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് ഓട്ടോ ഓടുന്നത്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഞാൻ ഓട്ടത്തിന് വിളിക്കും ഓട്ടത്തിന് വരും. പക്ഷെ അപ്പൊ ഞാനാണെങ്കിൽ കാശ് വാങ്ങും. അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ അവിടെ ഒരാടെ കയ്യിൽ നിന്ന് പൈസ എടുക്കും, എന്റെ ബിസിനസിന് വേണ്ടിട്ട്. അത് ഈ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ 2 തവണ മേടിച്ചപ്പോൾ ചേച്ചി ഇത് ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതിൽ പൈസ കൊടുക്കുന്നത് ഞാൻ ആഴ്ചപ്പിലുമാണെന്ന് പറഞ്ഞു. ചേച്ചി ഒന്ന് ചോദിക്കാവോ, എനിക്ക് ഇച്ചിരി പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോ സ്നേഹത്തിന്റെ പുറത്തല്ല, നമ്മൾ എപ്പോഴും കാണുന്ന വ്യക്തി ഇല്ലെന്ന് വിചാരിച്ചോണ്ട് ഞാൻ ഈ പുള്ളിയോട് ചോദിച്ചപ്പോൾ കുറച്ച് പൈസ കൊടുക്കപ്പം ആദ്യം തരത്തില്ലെന്ന് പറഞ്ഞു. പരിചയമില്ലല്ലോ. ഞാൻ അങ്ങ് സെക്യൂരിറ്റി ആയിട്ട് അങ്ങ് ഗാർഡായിട്ട് നിന്നിട്ട് പറഞ്ഞു ആദ്യം 5000 കൊടുക്കത്തോളന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞു 5000 കൊടുത്താനങ്ങ് ഒന്നും ആവില്ല. ആദ്യം 10 കൊടുത്തു, അത് കഴിഞ്ഞ് 15 കൊടുത്തു. അപ്പൊ 2 തവണ എടുത്ത് അവൻ 2 കറക്റ്റായിട്ട് അങ്ങ് അടച്ചു. 2 ടേൺ എടുത്ത് 2 ടേൺ അവൻ കറക്റ്റായിട്ട് അടച്ചു, മുടക്കില്ല. എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് എന്റെ ഇല്ല തന്നിട്ട് പോകണത്. ചിലപ്പോ അവൻ ഓട്ടത്തിന് പോകണമെങ്കിൽ എന്റെ തന്നിട്ട് പോകും. തൊട്ടടുത്ത വീട്. എന്റെ പേര് സുശീല. അത് കഴിഞ്ഞ് 35 വാങ്ങി. പിന്നീട് ആദ്യത്തെ 15 10 തന്ന് ക്ലോസ് ചെയ്തിട്ട് 35 വേണം. എന്ത് ഹോസ്പിറ്റലില്ല, ആശുപത്രിയില്ല. ഇതെന്താ അമ്മ കൃത്യമായിട്ട് ചൊല്ലത്. അവനെ അറിയാന്നുള്ളത് ഇവർക്ക് അറിയൂ, എനിക്കറിയില്ല. ഞാൻ കൊടുത്തത് ഇവരെ കെയർ ഓഫിലാണ് കൊടുത്ത പൈസ. എനിക്ക് അപ്പോ പൈസ വാങ്ങി തരണം. അതിന്റെ ഉത്തരവാദിത്തം അമ്മയ്ക്കാണ്. എനിക്ക് ചേട്ടാ പറയട്ടെ, അവളെ കെയർ ഓഫിൽ പൈസ തന്നു കൊടുത്തു. ആർക്ക് കൊടുത്ത്? എന്റെ ആ പയ്യന് കൊടുത്തു. നിങ്ങളെ മോനാണ്? എന്റെ മോനല്ല, എന്റെ ഒരു ബന്ധു തന്നെ അവൻ. ഇപ്പൊ നിങ്ങളെ കെയറാപ്പിൽ അവക്ക് പൈസ കൊടുത്തു. അപ്പൊ അവൻ പൈസ തന്നില്ലെങ്കിൽ എവളാണ് ഉത്തരവാദിത്വം. അല്ല, അവൻ കൊടുത്തില്ലെങ്കിൽ എവളാണ് അതിന്റെ അല്ല, ഞാൻ തരണമെന്നല്ല. അയാള് സമാധാനം പറയണ്ടീനായിരിക്കും. അതൊന്നും വേണ്ടി പൈസക്ക് നീ വന്നത്. ഇപ്പൊ പൈസ ഇപ്പൊ തന്നെ കൊടുക്കണം. പൈസ എവിടെ നിന്ന് എടുത്തു? എനിക്കതറിയേണ്ട കാര്യം. അവനെ ഞാൻ ഇന്ന് ഇടിച്ച് പിറുത്ത് എന്റെ കത്തി എടുത്ത് ഞാൻ കുത്തി അവിടെ ഇറങ്ങി നടക്കുന്നില്ല. 2 തവണ അടച്ചു. 2 ആഴ്ച അടച്ചോളൂ മേടിച്ചനൊക്കെ. ആണോ 2 ആഴ്ച തന്നില്ലേ? ഈ 2 ആഴ്ച 2 ആഴ്ച തന്ന്. പിന്നെ അവന് ഇല്ലാന്ന് ഇവര് പറയണ്. ഇനി ഇവരും നിങ്ങളും അവനുമായിട്ട് ഒരുമിച്ചുള്ള കളിയാണ്. എന്തോ കളി? എനിക്ക് പൈസ വാങ്ങിത്താമ്മ. അവനെ ഇപ്പൊ വിളിച്ചാ ഫോൺ എടുക്കത്തില്ല. അവന്റെ നമ്പരൊക്കെ മാറി. ഇപ്പൊ സിറ്റിയിലാണ് വണ്ടി ഓടുന്നത്, പ്രൈവറ്റ് ബസ്. എവിടെ ഓടിയാലും വേണ്ടിയില്ലേ? ബസ്സിലെ പോണമ്മ? സിറ്റിയിൽ പ്രൈവറ്റ് ബസ്. ഒന്ന് പറയണം എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അങ്ങോട്ട് നീ ഇല്ല മാറ്റില്ല, കേക്കണ്ടേ? എവിടാന്ന് പറഞ്ഞേ? പ്രൈവറ്റ് ബസ്. ഇവ മൊത്തം ഉടായിപ്പാണ്. അതിനെ പറ്റി ഒന്നും അറിയാം. ഇതുവരെയും പൈസ ആയിട്ടുള്ള ഒരു പ്രശ്നം ഇവിടെ വന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലാണോ അവൻ താമസിക്കുന്നേ? എന്റെ വീട്ടിലാണ് താമസിക്കുന്ന ഒരു പെണ്ണിനെ. എവിടെയാണ് വീട്? വീട് അങ്ങ് താഴെ തന്നെ. പ്രമാണമല്ല ഉണ്ടോ വീട്ടിന്റെ? അതൊക്കെ ലോണ്. അതൊക്കെ ഞാൻ ലോൺ. അപ്പൊ നമുക്ക് അതും കിട്ടൂലേ? ഞാൻ പോണില്ല, ഞാൻ ആട്ട എടുത്തോണ്ടോ. അങ്ങനെ നിങ്ങള് ആട്ട എടുത്തോണ്ടോ? ഞാനാണ് പറയണത്. നിങ്ങൾ നമ്പർ വല്ലാൻ തരി. നമ്പരും തരത്തൊന്നുമില്ല. നമ്പരും തരത്തില്ല. എന്റെ നമ്പർ ഇപ്പൊ 1.5 മാസമായി പൈസ തന്നിട്ട്. നിങ്ങളെ പേരെന്തര്? എന്റെ പേര് വ്യാപി. നിങ്ങളെ മോനാ? നമ്മളെ ഒരു ബന്ധു തന്നെ. നിങ്ങൾ സമാധാനപ്പെട്ട് നിൽക്കുന്നു. സമാധാനം എന്റെ പൈസ കൊടുത്തിട്ട് ഞാൻ എതുക്കാകെ സമാധാനം ചൊല്ലണോ? നിങ്ങൾ എന്തൊരു വർത്താനാ പറയാ? നിങ്ങളാണെങ്കിൽ സമാധാനപ്പെടുവോ? എന്നോട് ചോദിച്ചോണ്ടാ പൈസ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ വാട്ട എടുത്തിട്ടുണ്ടോ? അവൻ പൈസ കൊണ്ട് നിങ്ങൾ ഇട്ടിട്ടല്ലേ വരും. അപ്പൊ നിങ്ങൾ അതിന് പങ്ക് പറ്റുന്നില്ലേ?
നീ ചൂടാവാതില്ലേ? ചൂടായാലും പിന്നെ ഞാൻ 2-3 വർഷം കൊണ്ട് വരണില്ലെന്നാണ് പറഞ്ഞത്. 2 വർഷം കൊണ്ട് വരുന്നില്ലെന്നോ? പിന്നെ അവന്റെ ആട്ടാണ് കിടക്കുന്നത്. അത് തന്നെ 2 വർഷം കൊണ്ട് അവൻ വരുന്നില്ലെങ്കിൽ ഈ ഓട്ടോ എങ്ങനെ ഇവിടെ വന്നു? അത് പറ. എനിക്കിപ്പോ ഒന്നും അറിയണ്ട. എനിക്കിപ്പോ ഒന്നും അറിയണ്ട. എനിക്ക് പൈസ വേണം. 35,000 രൂപ. എന്തുവാ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലാണ് അവൻ വരുന്നത്? എന്റെ വീട്ടിൽ അവന്റെ പേര് നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ വിട്ടിട്ടല്ലേ പൈസ മേടിച്ചിട്ട് വരുന്നത്? ഈ ഓട്ടോ ഇവിടെ കിടക്കുന്നത് നിങ്ങൾ വിട്ടിട്ടല്ലേ അവൻ വരുന്നത്? എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല. നിങ്ങൾ അവന്റെ അമ്മയാണോ അതോ ആരാ നിങ്ങൾ അവന്റെ? സമാധാനപ്പെട്ട് കാര്യം പറയാൻ നിങ്ങൾക്ക് ഇത്രയും പൈസയല്ലേ കൊടുക്കാം? ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭർത്താവ് അടിച്ചിറക്കി. വല്ലവനും പൈസ മേടിച്ചു കൊടുത്തു പറഞ്ഞത്. ഫോൺ നമ്പർ ഈ ഫോൺ നമ്പർ തന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ചിരിക്കാനോ? തരാൻ പറ്റുന്നത് തരാൻ, അങ്ങനെ വിളിച്ചിരിക്കാനോ? നിനക്ക് വീണ്ടും ഈ സ്ഥലത്ത് എനിക്ക് വരണ്ട. എനിക്ക് ഒരാൾക്ക് പൈസ ഈ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവിടെ വരാം. ഓണ്ടേ വണ്ടിയുടെ ചാവി എടുത്തു. അവൻ എന്നെ കണ്ട് ഒരുത്ത അങ്ങോട്ട് ഓടി. ഞാൻ കണ്ട് എപ്പോ ഓടി? അവൻ ഞാൻ താഴെ വന്നപ്പോ ഇങ്ങോട്ട് ഓർഡർ കണ്ടു. എങ്ങോട്ട് ഓടി? ഇങ്ങോട്ട് എവിടെ ഓടി? നിങ്ങൾക്ക് പൈസ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു തരും. പൈസ മര്യാദയ്ക്ക് ചാവി എന്നിട്ട് ഒരു ചാവി എനിക്ക് കിട്ടും നിങ്ങൾ വിചാരിക്കണ്ട. പൈസ ഒന്നീ പൈസ അല്ലെങ്കിൽ വണ്ടി. ഫോൺ നമ്പർ തന്നിട്ട് പോയി. ഫോൺ നമ്പർ ഉണക്ക് എന്തിന്? ഞാൻ നിങ്ങൾക്ക് പൈസ വാങ്ങിച്ചു തരാന്ന്. എങ്ങനെ വാങ്ങിച്ചു തരും? ആദ്യം അവനെ കാണിച്ചതാ. വന്നിട്ട് നിങ്ങൾ വണ്ടി എടുത്ത് നമുക്ക് സ്റ്റേഷനിൽ പോവാം. അല്ല ഞാൻ ചോദിക്കട്ടെ, പൈസ മേടിച്ച മര്യാദ സംസാരിക്കാം കേട്ടോ. സ്റ്റേഷനിൽ പോവാനോ? ഞാനാ നീ എന്റെ പൈസ വാങ്ങിച്ചത്? പൈസ മേടിച്ചിട്ട് നിങ്ങൾ വിട്ടിട്ടല്ലേ അവൻ വന്നത്? ആര്? ഈ ബൈജു എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങളുടെ എത്ര വർഷം കൊണ്ട് അവിടെ താമസം മാറിയത് നീ അറിഞ്ഞാ? എനിക്ക് അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന്. നീ തിരുമലയായിട്ട് അവൻ താമസിച്ചിട്ട് നിനക്കും അവനോട്ട് ബന്ധം ഞാൻ അവനെ വിളിക്കട്ടെ. എനിക്ക് അവരോട് കിടക്കുന്നു. സ്റ്റേഷനിൽ പോയി നമുക്ക് ഈ പൈസ. ഞാനൊരു കാര്യം പറയാം, മര്യാദക്ക് സംസാരിക്കും. ഇങ്ങനെ കൊടുക്കരുത്. പറഞ്ഞ മനസ്സിലായില്ല? അമ്മയുടെ പേര് പറയും. ഇല്ല, എന്റെ പേര് പറഞ്ഞു. സ്റ്റേഷനിൽ പോയി നമുക്ക് പൈസ തരാണ്ട് ഏർപ്പാട്. നിങ്ങൾ സ്റ്റേഷനിൽ നിന്നല്ലല്ലോ വാങ്ങിച്ചത്, എന്റെ കയ്യിൽ നിന്നല്ലേ പൈസ വാങ്ങിച്ചത്. പിന്നെ നിങ്ങൾ ഇപ്പൊ പറയണ സ്റ്റേഷനിൽ പോയി നിങ്ങളാ എന്തൊരു പറയണത്? നിങ്ങൾ വണ്ടിയുടെ ചാവി നമുക്ക് 3 വരിക്കായിട്ട് പോവാന്ന്. എന്തിനേ? നിങ്ങളെ പൈസ വേണ്ടേ? പൈസ വേണം. നിങ്ങൾ പൈസ വേണ്ടേ? പൈസ വേണം. അവിടെ ചെന്ന് തരേണ്ട ഡേറ്റ്. നിങ്ങൾ ഞങ്ങളെ ആപ്പിലാക്കാനല്ലേ പോലീസ് സ്റ്റേഷൻ വിളിക്കണത് തന്നെ? നിങ്ങൾക്കറിയാം പൈസ പലിശക്ക് ഇപ്പൊ കൊടുത്തുകൂടാ. കൊടുത്തുകൂടാനല്ല അറിയാം, ഇവിടെ വരാനായി ചില നിങ്ങൾ കൊള്ളാല്ല. അവര് അമ്മയും മോനൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പം. അവിടെ ചെന്ന് തീക്കാന്ന് പറഞ്ഞു. ഇവർക്ക് പൈസ കൊടുക്കണ്ട ഡേറ്റ് പറയാൻ. പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിൽ ഡേറ്റ് കേൾക്കത്തില്ല. വണ്ടി എടുത്തോണ്ട് പോകും. വണ്ടി കാട്ടാടാഴ്ച പോകൂല. ആര് പറഞ്ഞു? ഞങ്ങൾ ഇരുവഴി പോകും. പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷനില് സ്റ്റേഷനിൽ പോകാം. ഭീഷണിപ്പെടുത്തുന്നു. കാട്ടാട പോണേ ഇവന് പൈസ വേണ്ടേ? അവന് പൈസ വേണം. അവന് ഇപ്പൊ പൈസ വേണം. ഞാനിപ്പോ പൈസ കൊണ്ട് പോവുള്ളൂ. പോവാൻ സ്റ്റേഷനിൽ വന്നിട്ട് പോവാം. നിങ്ങൾക്ക് എന്തിന് സ്റ്റേഷനിൽ പൈസ കൊടുക്കാണ്ട ഡേറ്റ് പറയാനാണ് കൊണ്ടുപോകുന്നത്. എന്തിന് ഡേറ്റ്? ഇവിടെ ഡേറ്റ് ഒക്കെ സമ്മതമില്ല. ഞങ്ങൾ 1.5 മാസം കൊണ്ട് ഞങ്ങൾ ഇവരെ വിളിച്ച് ഞങ്ങൾ ഇരിക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ? 2 കിടു കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ പോട്ടെ അങ്ങനെ അവധ പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. അമ്മ നാണി വണ്ടി എടുത്ത് ഓടി വരാം. അമ്മ ഇവിടെ നിന്ന് വണ്ടി എടുക്കൂല. വണ്ടി എടുക്കും. വണ്ടി അവൻ വരും. അവനെ വിളി കാട്ടാക്കട വന്ന് നമുക്ക് ഒന്നിച്ച് വേണ്ട. അവൻ ഇവിടെ വരട്ടെ. ഇവിടെ വന്നിട്ട് കാര്യമല്ല, സ്റ്റേഷനിൽ വന്ന് നമുക്ക് അവിടെ നിന്ന് പൈസ. നിങ്ങൾ എന്തൊരു ന്യായം പറയണം. പൈസ തരുമെന്ന് പറഞ്ഞല്ല. പൈസ തരും നിങ്ങൾക്ക്. നീ എന്നോട് ചോദിച്ചോണ്ട് അവിടുത്തെ ഒത്തു തരാൻ വേണ്ടി പൈസ എനക്ക്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നത് മോ പൈസ കൊണ്ടുപോയി എവിടെ നിന്ന് പൈസ കൊണ്ടുപോയി നിങ്ങൾ ചോദിക്കണം. ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ആളിരിക്കാൻ നോക്കും. 2-3 പ്രാവശ്യം 2-3 വർഷം കൊണ്ടുപോയി ഈ വീട്ടിൽ വരക്കെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. നിനക്ക് അതിനെക്കാട്ടി താമസം ഉണ്ടാകും. നീ എന്തൊരു ഉദ്ദേശിച്ചാണ് പൈസ എടുത്തു കൊടുത്തത്? ഞാൻ അറിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ വരുന്നില്ല, നിങ്ങളുമായിട്ട് സഹകരണം ഇല്ലെന്ന് ഞാൻ അറിയുന്നോ? ഞാൻ അറിയുന്നില്ലല്ലോ. അവന്റെ രേഖ പൈസ എടുത്തു കൊടുത്ത രേഖ കൊണ്ടല്ല. അവന്റെ ആധാറും പാൻ കാർഡും കൈ തരൂല. അവൻ വരട്ടെ. നിങ്ങളെ കൈ തരില്ല. അവൻ വരട്ടെ. അവന്റെ ആധാറും പാൻ കാർഡും ഒക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പൈസ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വേണമെന്ന് അറിയാമോ? അല്ല ഇവൻ പൈസ ഒന്നിച്ച് തരൂല. അപ്പൊ അവൻ സ്ഥിരം പരിപാടി ഇത് തന്നെ. ഇവന് ഉടായിപ്പ. ഇവരും അത് തന്നെ തോന്നും. മോന്റെ കൂടെ പൈസ മേടിച്ച് ഉടായിപ്പ. രണ്ടുപേരും ഒരു ഇത് തന്നെ. ഇത് അമ്മയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മ എന്നെ പറഞ്ഞത്. അമ്മയല്ലേ? നിങ്ങൾ വന്നപ്പോൾ എന്റെ ബന്ധുവാന്ന് പറഞ്ഞു, സ്വന്തം അമ്മയല്ലെന്ന് പറഞ്ഞു. ഇവര് പൈസ നിങ്ങൾ ബന്ധു എന്നല്ലേ പറഞ്ഞത്? 4-3 പറയണ്ട. 4-3 പറയണ്ട. പിന്നെ നിങ്ങൾ കള്ളം പറഞ്ഞല്ലേ? ഈ ഏരിയയിൽ നിങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ താക്കോൽ എന്നിട്ട് പൈസക്ക് പോയി പറയണേ. താക്കോൽ കൊടുക്കരുത്. നിങ്ങൾ എവിടെ പോണേ? എന്റെ വീട്ടിൽ എനിക്ക് പറ്റൂടെ? നിങ്ങൾ ഈ പൈസയുടെ കാര്യം നിങ്ങൾ താക്കോൽ നിങ്ങൾ എന്തെടുക്കും?
വണ്ടി എടുക്കൂല വണ്ടി ഞാൻ കഷ്ടപ്പെട്ടെടുത്ത് കൊടുത്ത വണ്ടി. ഓ നീ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ കാട്ടോടെ പോലീസ് സ്റ്റേഷനിൽ വിളി. വണ്ടി ഞാൻ കഷ്ടപ്പെട്ട് രക്തം പച്ചവെള്ളാക്കി എടുത്ത് കൊടുത്ത വണ്ടി. ആണോ? ഞങ്ങള് രക്തം പിന്നെ അതൊത്തിരി എന്റെ അപ്പ എന്നെ കൊല്ലണ എന്റെ അമ്മ ചങ്ക് അറ വീട്ടോട്ട് പോണാ? പൈസ മേടിച്ച് കാര്യം സാധിച്ചേ. എന്റെ കഴുത്തിനായിട്ട് നെക്കിയപ്പോ ആരെന്ന് അറിയാൻ പാടില്ലേ എന്റെ അമ്മോ. ഞാൻ പൈസ കൊടുത്ത ആരും ഒന്നും അറിഞ്ഞില്ല എന്റെ ദൈവമേ. അയ്യോ എന്റെ പിള്ളേ വിളിച്ച് പറയാ എന്റെ അമ്മച്ചോ, എന്റെ അപ്പോ ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ കൊണ്ടുപോണേ. നിങ്ങൾ ഇടന്ന് വിളിച്ചു പോവാതെ എന്നെ കഴുത്തിലിട്ട് നെക്കിയെന്തിനാ അയാൾ ചേർന്ന് നിന്ന്? നിങ്ങൾ ഈ കള്ളം പറയല്ലേ? വണ്ടിക്ക് നീട്ട് ഇറങ്ങാൻ പറ, വണ്ടി ഇറങ്ങാൻ പറ, വണ്ടി ഇറങ്ങ. നിങ്ങൾ എന്തിനു കരഞ്ഞാ? ഞാൻ എന്തിനാ പറഞ്ഞാ നിങ്ങൾ കരഞ്ഞാ? നിങ്ങൾ എന്തിനാണ് കാര്യങ്ങൾ നിങ്ങളെ കഴുത്തിൽ ഞെക്കിയാ ഞാൻ. എന്തിനു നിങ്ങൾ കള്ളം പറയുന്നത്? ഞാൻ വിളിക്കില്ല, നിങ്ങൾ ഞെക്കിയോ? എന്റെ വണ്ടി എന്റെ പിള്ളേരെ വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് അതിനുള്ള ഷാർട്ട് ചെയ്യേണ്ട കഴിവുണ്ടോ? അതുകൊണ്ട് സംശയം തരും, വണ്ടി എടുത്തോണ്ട് പോകും. എനിക്ക് ഇങ്ങനെ ഓടിച്ചില്ലേ ഞാൻ എടുത്തോണ്ട് പോകും. നീ എന്നെ കൊന്നതിന് ശേഷം ഈ വണ്ടി എടുക്കുള്ളൂ. ഞാൻ അത്ര കഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത വണ്ടി. ഞാൻ പൈസ തരാന്ന് പറഞ്ഞിട്ട് പോലും നീ നിനക്ക് ഈ പൈസ നിനക്ക് പറ്റുവാണെങ്കിൽ വണ്ടി എടുക്കും. നിങ്ങൾ ഈ വിളിച്ചു കൂവിയാണ് വല്ല പൈസ കാര്യം എന്തിനു പറഞ്ഞത്? എന്തിനു പറഞ്ഞു? നിനക്ക് ഈ ഗുണ്ടാസ് നീ കാണിച്ചു നിനക്ക് അപ്പൊ പൈസ തരാന്ന് ഒരു ഡാറ്റ് പറഞ്ഞാൽ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ മുഖേന നമുക്ക് പോകാം, അവിടെ എഴുതി വെക്കിട്ടവൻ. പോലീസ് സ്റ്റേഷനിൽ എന്തിനാണെന്ന് ചോദിക്കുന്നത്? നീ പൈസ മേടിച്ചു, നിന്റെ ഈ സഹതാപം കണ്ട് നിന്റെ ബുദ്ധിമുട്ടെല്ലാം പറഞ്ഞ് നിനക്ക് പൈസ മേടിച്ചു തന്നു. അപ്പൊ നീ മര്യാദക്ക് അടയ്ക്കണം വേണ്ടായോ? നിന്റെ അമ്മ അറിഞ്ഞ മേടിച്ചിട്ട് വന്നത് അറിഞ്ഞില്ലേ? അത് വീട്ടിൽ പൈസ കൊണ്ടുവന്നോ? അത് വിനിയോഗിച്ചിട്ടുണ്ടോ? എന്തായാലും നീ പൈസ അമ്മക്ക് തരുന്ന ആരില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ല അവൻ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അമ്മ അറിഞ്ഞോ? അമ്മ പൈസ എടുത്ത അറിഞ്ഞില്ല, ഓക്കെ സമ്മതിച്ചു, നിങ്ങൾ അറിഞ്ഞില്ല. അവൻ എടുത്തു. ഇത് അടയ്ക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അവന് തന്നെ. ഞങ്ങളിവിടെ വരുത്തേണ്ട കാര്യം എന്താ? എന്നെ ഇപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് പുറക്കാൻ പറഞ്ഞേക്കുവാ. പൈസ ഇല്ല, അങ്ങോട്ട് കയറി ഇങ്ങനെ അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒന്നി നീ പൈസ തരാം, അല്ലെങ്കിൽ നിന്റെ വണ്ടി തരാം, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ പോകും. ഞാൻ ഇതിന് മൂന്നിലേതും ഞാൻ ചെയ്യും. ഒന്നി നീ പൈസ ഇപ്പൊ, അല്ലെങ്കിൽ നിന്റെ വണ്ടി, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ. വണ്ടി എടുക്കൂല. എനിക്ക് ആരാനും പൈസ തന്നാ മതിയോ? എനിക്ക് മുടക്കം പോട്ടെ. ഇന്ന് തൊട്ട് പൈസ പെൻഡിങ് അടച്ച് ബാക്കിയോടെ അടക്കി അന്നെങ്കിൽ എടുക്കുന്ന അങ്ങനെ ചെയ്യാന്ന്. ഇവന് വണ്ടി കൊടുക്കുന്നില്ല, കൊടുക്കല്ലേ? അവിടെ പിടിച്ചു വാങ്ങിച്ചോണ്ട് പോകും, കൊടുക്കല്ലേ? RC ബുക്ക് പേരൊക്കെ മാറ്റാൻ പറ്റത്തില്ല നമുക്ക്? അതൊക്കെ ഞാൻ അങ്ങ് മദ്രാസ് ചെന്നൈ കൊണ്ട് മാറ്റി എല്ലാം മാറ്റാം. RC ബുക്കും എല്ലാം കൊടുക്കണേക്കാട്ടി നമുക്ക് ഒന്നിച്ച് ജയിക്കാം. വാടാ എന്റെ അവിടെ താക്കോലും കൊണ്ട് പോവാണ്. ഇപ്പൊ എന്താ ചൊല്ലുന്നത്? രണ്ടുപേർക്കും ജീവിക്കാൻ നിനക്ക് RC ബുക്ക് വേണോ? ഞാൻ കഷ്ടപ്പെട്ടെടുത്ത് കൊടുത്ത വണ്ടി പൈസ ചേർക്കാൻ അയച്ചു പറഞ്ഞ നിനക്ക് എവിടെ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ വാക്കും പ്രകാരം പോയാൽ പൈസ തരും. എന്താ ഉറപ്പെന്താ? അത് പറ. നീ എന്റെ അവിടെ ചോദിച്ചിട്ടാ പൈസ? നീ അവന്റെ മല നിൽക്കാണ്. ഞാൻ എടുത്ത് കാലാർത്തി നിന്റെ നെഞ്ചിൽ അടിച്ചു തരും. നീ അവന്റെ അവിടെ ചോദിച്ചു. നീ എന്ന് തരുമെന്ന് ചോദിച്ചു പൈസ. നീ എന്നേരും പൈസ? നീ ചിരിച്ച് കളിച്ച് നിൽക്കരുത്. ചവിട്ടി അടിച്ചാൽ പിടിക്കട്ടാ. നിന്റെ അമ്മയുടെ മുമ്പിട്ട് ഞാൻ ചവിട്ടി കൊടുക്കണം. നീ പറ. നീ അവളോർത്ത് മുടക്കൊന്നും തീക്കായി. ഒരു മാസത്തത് പലിശയുണ്ട്. 35,000 രൂപ വാങ്ങിച്ചിട്ട് 2 അടച്ചോളൂ. അതിന്റെ പലിശ ഒരു മാസത്തെ കൊടുക്കണം. എത്രന്നറിയാം പലിശ? ഇവർക്കൊക്കെ അറിയാലോ, ഇവിടെ പലിശ അറിയാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു കുടുംബം, ഒരു ഫാമിലി ആയിട്ട് ഞാൻ താമസിക്കുന്ന എന്റെ ജീവിതം ഇപ്പൊ ഇവൻ കാരണം കുറഞ്ഞിട്ടേ. നീ ഇവന്റെ പെണ്ണും കുട്ടികളൊന്നുമില്ല. നീ ഇനി വന്ന് താമസിച്ചു അവനെ കൊണ്ട് ഇവിടെ. എനിക്ക് വേണ്ട. നിനക്ക് വണ്ടി എനിക്ക് 2 മക്കളുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, എനിക്കൊരു വീടുണ്ട്. നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ നിന്റെ സഹോദരൻ എന്ന് പറഞ്ഞ നിന്റെ മക്കളെയും അല്ല വീട് സ്ഥലമുണ്ട്. സഹോദരനായിട്ട് കണ്ടിട്ടാണല്ലോ അവനെ സഹായിച്ചത് ഞാൻ. അത് നീ നിങ്ങൾ നിന്റെ പിള്ളേരെ നിന്റെ മാപ്പിള ഇവിടെ കൊണ്ടുവന്നാൽ ഞാനാണ് ജീവിച്ചിരിക്കുന്നത്. ഇറക്കി വിടൂല. അയാളെ കൊണ്ട് ഞാനും പോവാം.
നമ്മൾ കേരളത്തിലുള്ള വേണം. കത്തിയെടുത്ത് കളത്തിയാറ്റിട്ട് എന്റെ പണം പിടുങ്ങി പോകും. ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്. എന്താ പറഞ്ഞ പേടിച്ചുകൊണ്ട് ബാഗ് ഇടിക്കൊണ്ട് ആടാ അതുണ്ട്. പൈസ ഉണ്ട്, ആർക്കണ്ട് കൊടുക്കാനുള്ള പൈസ കൊണ്ടാ വന്നേക്കുന്നേ. നമ്മളിവിടെ കിടക്കന്മാരെ ആഴ്ചക്ക് 3-4 അവധി വരെ തന്നെ കിടക്കന്മാര് അന്ന് പൈസ മുടക്കും. അതുപോലല്ല ഇതിപ്പോ എന്റെ ജീവിതത്തിലാണ് ഇപ്പൊ എല്ലാം ഇട്ടിട്ട് നമ്മളില്ല വളർന്നതാണ്, നമുക്ക് കൊടുക്കാൻ കഴിയില്ല. എടുത്തു കഴിഞ്ഞ പട്ടിപ്പ് കുടുംബമാണ്, പട്ടിപ്പ് കുടുംബമാണ്. വരാൻ ഇവിടെ ജീവിക്കാൻ പറ്റും. കേരളത്തിലുള്ള പെമ്പിള്ളേരുടെ ജീവിക്ക് മാറിയ നല്ലതായിട്ടാണ്. പിന്നെ നമ്പർ കൊടുക്കും ഗൂഗിൾ പേ. ഗൂഗിൾ പേ നമ്പരൊന്നും വേണ്ട. പിന്നെ എങ്ങനെ അതിൽ നിന്ന് ഫോണിന് പൈസ അടിച്ചു മാറ്റാൻ അതിലും ഉണ്ടാ പൈസ ഗൂഗിൾ പേയില്? പിന്നെ ഗൂഗിൾ പേയിൽ പൈസ ഇല്ലേ? അതിൽ നിന്ന് അടിച്ചു മാറ്റാനാണ്. എവിടെ ഏൽപ്പിക്കും പൈസ ഉണ്ടോ? അവളെ എവിടെയെന്ന് ഏൽപ്പിക്കണേ? പൈസ എന്റെ പൈസ അവളെ ഏൽപ്പിക്കണം. അവിടെ വന്നില്ല ഇത്ര ദിവസം പൈസ ഇനി വയ്യ, ഇനി എനിക്ക് പറ്റത്തില്ല. കാരണം പറയാം എന്റെ വീട്ടിൽ എന്റെ പോയിട്ട് ആകെപ്പാടെ പ്രശ്നത്തിൽ കിടക്കുക. ഇവന് പൈസ എടുത്ത് കൊടുത്തെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരനെ പോലെ കണ്ട് ഞാൻ കൊടുത്ത് സഹായിച്ചതിന് എനിക്ക് ഇപ്പൊ അവൻ 8ന്റെ പണി വന്നിട്ടിരിക്കുക. എനിക്കിനി ആരെയും ആയിരിക്കും. നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ മോന്റെ കൊടുക്കും. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് അനാവശ്യം കേൾക്കേണ്ട കാര്യമില്ല. എവിടെ പൈസ ഏൽപ്പിക്കും? ഞാനാണ് വാക്ക് പറഞ്ഞത്. എവിടെ കൊടുക്കും? എവിടെ ആരെയൊന്നും പൈസ ഒന്നും അറിയാതെ എവിടെ കൊടുക്കും? പൈസ തരും. ആര് തരും? നിങ്ങൾ എന്നെ ഏൽപ്പിച്ചേക്കുന്ന കൊടുക്കാൻ? വണ്ടി കൊടുക്കൂല. വണ്ടി കൊടുക്കുന്ന പൈസ തരാന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ മാറിക്ക്. അവിടെ നിങ്ങൾ എവിടെ പോണ്? നിങ്ങൾ എവിടെ പോണ്? പൈസ തരാന്ന് പറഞ്ഞല്ല. നിങ്ങൾ മാറ്, നിങ്ങൾ മാറ്. തരാന്ന് പറഞ്ഞല്ല. ആഴ്ചക്ക് പൈസ തരാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ്? ഞാൻ വണ്ടി അടിച്ച് ചപ്പിട്ട് നിന്നെ വിട്ട് സമാധാനം പറയിക്കുന്നു. വണ്ടി അടിച്ച് ചപ്പിട്ട് ഞാൻ നിന്നെ വിട്ട് സമാധാനം പറയിക്കും. നിങ്ങളും നിങ്ങളുടെ വണ്ടി നിങ്ങൾ തന്നെ തല്ലിപ്പൊളിച്ചത് എന്റെ തലമണ്ടലാക്കാനോ? അന്നൊക്കെ നിങ്ങൾ അന്ന് ചെയ്തെനിക്ക് കാണും. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അയാൾക്കത് വേണ്ട. ആഴ്ചോറ് 1500 രൂപ വെച്ച് തരാന്ന് പറഞ്ഞു. പൈസ വേണ്ട വേണ്ട വേണ്ട. അപ്പൊ ഇനി എന്താണ്? ഞാൻ വണ്ടി എടുത്തത് ഇത്ര സമയം ആയില്ലേ? നീ വണ്ടി ചവിട്ടി പൊട്ടിച്ച് ഞാൻ ഇട്ടിട്ട് ആക്രിക്ക് കൊടുക്കും. എന്താ നിങ്ങളെ പേരെടുത്ത് വണ്ടിയാണെങ്കിൽ നിങ്ങൾ എടുത്ത് അടുക്കളക്കത്തോട്ട് വെക്ക്. ചെല്ല് ചെല്ല്, നിങ്ങൾ അടുക്കളക്കത്തോട്ട് വെക്ക്. ഈ ചാവി പറഞ്ഞാൽ കിട്ടണമെന്നുണ്ടെങ്കിലേ പൈസ ഇപ്പൊ എണ്ണി 35,000 ഇവിടെ വെക്കണം. മനസ്സിലായി? ഇല്ലെങ്കിൽ തരത്തില്ല. ന്യായം കിട്ടും പറയുന്ന. ഞാൻ എനിക്ക് 2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഇങ്ങോട്ട് നീങ്ങി നിൽക്കി. വണ്ടി ഓർന്ന പൈസ അവൻ വണ്ടി ഓർന്ന പൈസ തരും. ഞാൻ നിങ്ങളെ അടുത്തുകൂടെ പോലും വന്നില്ല. നിങ്ങൾ നേരത്തെ എന്റെ കൊങ്ങയ്ക്ക് പിടിച്ചെന്ന് പറഞ്ഞ് നാട്ടുകാരെ മൊത്തം വിളിച്ചു വരുത്തും. ഒരുപാട് പേര് വന്ന് കൂടിയില്ലേ? ശരിക്കും ഞാൻ എന്നെ ആളുകൾ കൂടിയിരുന്ന എന്നെ അടിച്ച് പിരിക്കൂലേ? അല്ല, എന്നെ അടിച്ച് പിരിക്കൂലേ? ആരും ഇവിടെ അടിക്കൂല. നമ്മുടെ ഏരിയയാണ്. നിങ്ങളെ ഏരിയയിൽ നിങ്ങളാണ് കില്ലാടി. അത് നോക്കണേ. അതിനകത്തൊരു ക്യാമറ ആയിരുന്നു. അപ്പൊ ഇത്രയും നേരം ഉടായ്പൊക്കെ കാണിച്ച് നമ്മളിവിടെ നിന്ന് വിരട്ടി വിടാൻ നോക്കി. വണ്ടി കൊണ്ടുപോകുന്നുള്ള പേടി എനിക്കുള്ളൂ. അവനക്ക് സുഖമില്ലാത്തതാണ്. വണ്ടി കൊണ്ടുപോകും. ഇത് ഇപ്പൊ യഥാർത്ഥത്തിലെ സംഭവം എന്ന് പറഞ്ഞാൽ യവൻ നീ ഇപ്പുറത്ത് വാ. നിങ്ങളെ മോൻ ഒരു മോനെ. അപ്പൊ ഈ മോൻ തന്നെ അമ്മയ്ക്ക് ഒരു പണിയായിട്ട് ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത്. അല്ല, ഞങ്ങളൊന്നും അല്ല ഉത്തരവാദി. പറഞ്ഞേട്ടാ, ഇത് ഞങ്ങൾ ഓട്ടോ എടുക്കാനോ അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തിൽ ഒന്നും വന്നതല്ല. ഇതൊരു കോമഡി പ്രോഗ്രാമാണ്. ബിഗ് പ്രാങ്ക്സ് എന്ന് പറയുന്ന ഒരു കോമഡി പ്രോഗ്രാമാണ്. കേട്ടാ? സന്തോഷമായ? സമാധാനമായ? ചിരിച്ചേ. അപ്പൊ ബിഗ് പ്രാങ്ക്സിന്റെ വക കുറച്ച് സമ്മാനങ്ങളുണ്ട് കേട്ടാ. എല്ലാം എന്തിനാ ചെയ്യുമെന്ന് പറഞ്ഞത്? അതല്ല കല്യാണം കഴിച്ച 2 പിള്ളേരുള്ള എന്നെ നിങ്ങൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് അവിടെ ജീവിക്കാൻ വീടുണ്ട്. അതൊരു 35,000 രൂപയ്ക്ക് ഞാൻ വന്ന് നിങ്ങളോട് ജീവിക്കണേ കുഴപ്പമില്ല. മരണകാലം വരെ ഞാൻ നോക്കാന്ന് പറഞ്ഞല്ല. ഏത് ആശുപത്രി കൊണ്ടുപോയി പിച്ച എടുത്താണ് ഞാൻ ജീവിക്കാം. ഒരാളുണ്ടായിരുന്നു 14 വർഷം ജീവിച്ച് മരിച്ചുപോയി. അങ്ങനെ ഇപ്പം വന്ന് ഞാൻ അവിടെ താമസമായി. എന്റെ മരണകാലം മേലാരിയോട് നേറ്റിങ്ങര റോഡ്. നമുക്ക് എന്തൊരു വേണമെന്നുണ്ടെങ്കിലും ഞാൻ എന്റെ പിഷ എടുത്തിരുന്നാലേ എന്റെ കൂടെ വന്ന ആളെ ഞാൻ നോക്കും. അതിന്റെ ഉറപ്പിൽ പറഞ്ഞത്. എന്റെ മോൻ കൂടെ നിൽക്കുമ്പോ എനിക്ക് വിളിക്കാലോ. എനിക്കൊരു അന്തികൂട്ടിന് ആളായി. ശരി, അത് പറഞ്ഞ സത്യമാണ്. നമുക്ക് വയസ്സെന്ന കാലത്ത് നമുക്ക് ഒളിച്ചും പതുങ്ങിയൊന്നും അല്ല പറഞ്ഞ സത്യം. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ ഒന്ന് താമസിക്കാന്ന് പറഞ്ഞു. എനിക്ക് പഞ്ചായത്തിന്റെ വീടാണ്, കുറച്ച് പണിയുടെ തീരാണ്ട്. അപ്പോൾ എന്റെ മോൻ നിൽക്കോട്ടെ, എനിക്ക് എന്തും പറയാം. ഒളിച്ചും പതുങ്ങി വിളിക്കേണ്ട ഒരുങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ ഒന്ന് താമസിക്കാം. അപ്പം ഓടി കുടുംബമായിട്ടൊന്നും പറയുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞല്ല രക്ഷപ്പെടാന്നാണ് വിചാരിച്ചത്. ഇത്രയും മാത്രം എന്നെ വിരട്ടുണ്ടായിരുന്നു. പിന്നെ വിരട്ടെ, പിന്നെ നിങ്ങൾ വിരലണ്ടേ, നിങ്ങൾ വിരൽ പോവോ? എന്നിട്ട് വിരടില്ലേ? നിങ്ങളല്ലേ കില്ലാടി ഇവിടുത്തെ. നിങ്ങൾ കില്ലാടി. കൊങ്ങയ്ക്ക് പിടിച്ചെന്നൊക്കെ പറഞ്ഞ എനിക്ക് പേടി അങ്ങോട്ട് ഇതാക്കി പറയാം. ശരിക്കും കൊങ്ങയ്ക്കൊന്നും പിടിച്ചില്ല. ഇവിടെ കിടന്ന് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശരി, അപ്പൊ എന്തായാലും ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. ഓക്കെ. അത് പ്രാങ്കുമായിട്ട് നിൽക്കുന്നത് കാട്ടാക്കട കുളത്തോട്ടുമലയിലാണ്.
ബൈജുവിന്റെ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുത്തു. അതെ, ബൈജു എന്താണ് അമ്മയ്ക്കൊരു ഇങ്ങനെ ഒരു പ്രാങ്ക് കൊടുക്കണം തീരുമാനിച്ചു? ഈ ഫ്രാങ്ക് എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ടിവിയിലും യൂട്യൂബ് ചാനലിലൊക്കെയാണ് കണ്ടിട്ടുള്ളായിരുന്നത്. അപ്പോൾ അത് നേരിട്ട് കാണണമെന്നും അതിൽ അഭിനയിച്ചവരെ നേരിട്ട് കാണണം ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം യാദൃശ്യമായിട്ട് നിങ്ങളെ തിരുമല വെച്ച് അതെ ഞങ്ങളുടെ തിരുമല ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ അവിടെ വെച്ചാണ് ബൈജു ഞങ്ങളവിടെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഞാൻ ഒരു ഓട്ടം പോവുകയായിരുന്നു. അപ്പം തിരിച്ചു വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു ഫ്രാങ്ക് കൊടുക്കണമെന്ന് സംസാരിക്കുകയും ഞങ്ങൾ അതിനെ ചൊല്ലി എൻ്റെ നാടായ കാട്ടട കുളത്തോട്ട് വല്ല വരികയും ചെയ്തു. അതിൽ വളരെ എനിക്ക് സന്തോഷവും നന്ദിയുണ്ട്. അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടമ്മ, ഇപ്പോൾ മകൻ ഇങ്ങനെ സ്വാഭാവികമാണ് ഇങ്ങനെ പൈസ നമ്മൾ ഡെയിലി പിരിവോ ആഴ്ചപ്പിരിവോ ഒക്കെ എടുക്കുന്നത്, കടം വാങ്ങുന്നത്. സാധാരണക്കാരൻ അത് അങ്ങനെയാണ്. അപ്പോൾ എന്ത് തോന്നി ഇങ്ങനെ ഇത്രയും രൂപ കൊടുക്കാനുണ്ട് വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നിയപ്പോൾ? എൻ്റെ വണ്ടി കൊണ്ടുപോകുമല്ലോ എന്നുള്ള ഒരു പേടിയായിരുന്നു അല്ലേ? അപ്പോൾ ഇതെന്തായാലും ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അനീഷ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, രാവിലെ തൊട്ട് കൂടെ ഉണ്ടായിരുന്നു, ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു. അടി കൊള്ളും എന്നുള്ള പേടിയാണോ എന്തോന്ന് അറിയില്ല. അതൊന്നുമല്ല, ഇന്ന് ക്യാമറ ഓപ്പറേറ്റ് ചെയ്തത് അനീഷാണ്. അപ്പോൾ ക്യാമറമാൻ ഇന്ന് വന്നില്ല, അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു ഷൂട്ടായിരുന്നു. അപ്പോൾ അനീഷാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്തത്. എന്തായാലും ബിഗ് പ്രാങ്ക്സിൻ്റെ വക കുറച്ച് സമ്മാനങ്ങൾ വരുന്നുണ്ട്, വാങ്ങണം. ആദ്യമായിട്ട് ബിഗ് പ്രാങ്ക്സിൻ്റെ വക ഒരു ക്യാഷ് പ്രൈസ്. ഗ്രേസൻ ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കോണം വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. സന്തോഷമായ സന്തോഷം. ഞങ്ങൾക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. രണ്ടുപേർത്തും കൂടെയാണ്. പലവരും നമ്മുടെ ഈ വീഡിയോ സന്തോഷമായിട്ടൊക്കെ കാണും, അവസാനം സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച് പോകും, സന്തോഷമായിട്ട് പിരിയും. പിന്നീട് ഇത് പറയും ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. നിങ്ങൾ അത് ടി വി കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ യൂട്യൂബിൽ കാണിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? സമ്മതം തന്നെ. സമ്മതം തന്നെയല്ലോ, 100% സമ്മതം തന്നെ. സമ്മതം തന്നെയല്ലോ, പൂർണ്ണ സമ്മതം. ഇതൊരു ഫണ്ണി ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഫണ്ണി ആയിട്ട് തന്നെ എല്ലാവരും എടുക്കുക.